ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗം ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ആദ്യം കേൾക്കുക. അതിനുശേഷം എന്ത് വേണം? പാഠഭാഗത്തെ ആശയതലങ്ങളിൽ കേട്ട് മനസ്സിലാക്കുക, ആവശ്യമുള്ളത് എഴുതി സൂക്ഷിക്കുക, പരീക്ഷയ്ക്ക് വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുക. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിൽ ആധുനിക സാങ്കേതിക വിദ്യയും പരമ്പരാഗത ജീവിത രീതികളും തമ്മിലുള്ള സംഘർഷം വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ആധുനിക മനുഷ്യന്റെ അറിവില്ലായ്മയും യാന്ത്രികവും വികലവുമായ ചിന്താരീതികൾ, പ്രകൃതിയെയും സഹജീവികളെയും സ്നേഹിക്കാതെ നമ്മൾ പാരമ്പര്യമായി പിന്തുടർന്നു പോന്ന ജീവിത രീതികളോട് പുലർത്തുന്ന അനുഭാവക്കുറവിനാലും വളരെ മൂർച്ചയേറിയ വാക്കുകളിലൂടെ കവിയുടേതായ കാഴ്ചപ്പാട് വളരെ വിമർശനാത്മകമായ രീതിയിൽ അവതരിപ്പിക്കുന്ന കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. ബത്തേരി, സുൽത്താൻ ബത്തേരി എന്നാണ് അർത്ഥം. ബത്തേരിക്കടുത്ത മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം, കണ്ണു നിറഞ്ഞു ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറിൻ ചൂര്, പോത്തുപോട്ടും കുറുമർ കാക്കകൾ കൊക്കുകൾ. കവി ഉണർന്നു. ആരാണ്? പി രാമചന്ദ്രൻ. കവി വയനാട്ടിലുള്ള സുഹൃത്തിന്റെ വാടക വീട്ടിലിരുന്ന് അല്പം അകലേക്ക് നോക്കിയപ്പോൾ അവിടെ വയലുകളും ഞാറ്റടിയും മാത്രമല്ല, കുറുമർ നിലമുഴുതുമറിക്കുന്നതും കാക്കകളും കൊക്കുകളും മറ്റും വയലിൽ വന്നിരിക്കുന്നതും കണ്ടു. കവി ഉണർന്നു. എന്താണ് ആ ഉണർവിന് കാരണം? നിങ്ങൾ ചിന്തിച്ചോ? എന്താണ് കാരണം? ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിന്റെ വാടക വീടിന്റെ വരാന്തയിലിരുന്ന് ദൂരെ നെൽപ്പാടം കാണുമ്പോഴാണ് കവി ഉണരുന്നത്. ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറിന്റെ ചൂര്, പോത്തുപൂട്ടുന്ന കുറുമർ, കാക്കകൾ കൊക്കുകൾ എന്നിങ്ങനെയുള്ള ഗ്രാമീണ ദൃശ്യങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് കവി മനസ്സിനെ ഉണർത്തിയത്. ആ ഗ്രാമീണ പശ്ചാത്തലവും ആ പ്രകൃതി സൗന്ദര്യവും അത് ഉളവാക്കിയ, കവിയുടെ ഹൃദയത്തിൽ ഉളവാക്കിയ സ്പന്ദനങ്ങളുമാണ് കവിക്ക് എഴുത്തിനുള്ള പ്രേരണയായത്. മനയോല തേച്ചു മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയല്ലേ മലനാട്ടു മണ്ണ്. ഈ കവിതയിലെ പ്രയോഗഭംഗി ഏറെ വ്യക്തമാക്കുന്ന വരികളാണിത്. നമ്മുടെ തനത് കലാരൂപം എന്താണ്? കഥകളിയാണ്, അല്ലേ? കേരളത്തിൻ്റെ ആ പച്ചപ്പും അല്ലെങ്കിൽ ഹരിതാഭമായ ആ ഭംഗിയും കലാപാരമ്പര്യവുമാണ് കവി വരികളിലൂടെ വ്യക്തമാക്കുന്നത്. മനയോല എന്നാൽ കഥകളി നടൻ മുഖത്ത് തേക്കുന്ന പച്ച നിറത്തിലുള്ളൊരു വസ്തുവാണ്. ചുട്ടി കുത്തുക എന്നാൽ കഥകളി കലാകാരന്റെ മുഖത്ത് ഓരോ വേഷത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ഓരോ കഥാപാത്രത്തിനനുസരിച്ചുള്ള രൂപമാറ്റം വരുത്തുക എന്നാണ് അർത്ഥം. കഥകളിക്ക് വേണ്ടിയിട്ടുള്ള ആ മേക്കപ്പ് കഥാപാത്രത്തിന്റെ തന്മയത്വത്തിനാണ് സഹായകമാകുന്നത്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ആവിഷ്കരിക്കുന്നതിന് ഉപയുക്തമായിട്ടുള്ള ആ മുഖത്ത് തേക്കുന്ന ചായപ്പണികളാണ്. മലനാട്ടിലെ മണ്ണിനെ മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുന്ന നമ്മുടെ ഒരു അനുഷ്ഠാന കലാരൂപമായ കഥകളിയോടാണ്, അല്ലെങ്കിൽ ആ കഥകളിയിലെ കഥാപാത്രത്തോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. ക്യാമറ തുടരെ ക്ലിക്കി, പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണെന്നു വാങ്ങിച്ചു ഞാൻ, ഞൊടിയിടയിൽ പടം അപ്ലോഡ് ചെയ്തു, വന്നു കമന്റുകൾ തിരുതകൃതിയായി ചാറ്റൽ. കവി എന്താണ് ചെയ്തത്? പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണെന്നു വാങ്ങിച്ചു ഞാൻ. ഈ വരികളിലെ പൊൻതൂലിക, കിടിലൻ ഫോൺ, ഇവയൊക്കെ എന്തിനെയാണ് കുറിക്കുന്നത്? തൂലിക എന്നാൽ എന്താണ്? പേനയാണ്, അല്ലേ? പൊൻതൂലിക എന്നത് എഴുതാനുള്ള കഴിവാണ്. അതായത് പരമ്പരാഗതമായിട്ട് തുടർന്നു വരുന്ന സാഹിത്യ രചനാ രീതിയാണ് ഇവിടെ എന്ത് പറയുന്നത്? പൊൻതൂലികയായിട്ട് പറയുന്നത്. ചിന്തയും കഴിവും എല്ലാം ചേരുമ്പോഴാണല്ലോ ഒരു പുതിയ കലാസൃഷ്ടി ഉണ്ടാകുന്നത്, അല്ലേ? പൊൻതൂലിക വിറ്റു എന്ന് പറയുമ്പോൾ സാഹിത്യ രചനകൾ ഉപേക്ഷിച്ചു എന്നാണല്ലോ കവി സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? ചുരുക്കി പറഞ്ഞാൽ ആധുനിക തലമുറ എഴുത്തിൻ്റെയും വായനയുടെയൊക്കെ ലോകത്ത് നിന്ന് ബഹുദൂരം താണ്ടിയിരിക്കുന്നു. പകരം നമ്മളെ ആർക്ക് അടിമകളായി? സാങ്കേതിക വിദ്യകൾക്ക് അടിമകളായി മാറിയിരിക്കുകയാണ്. നമ്മളിന്ന് ഡിജിറ്റൽ യുഗത്തിലാണ്, അല്ലേ? അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. പൊൻതൂലിക വിറ്റ് എന്താണ് വാങ്ങിയത്? ഒരു കിടിലൻ ഫോണാണ്. പുതിയ തരം സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഫോൺ.
അതാണ് ഈ കിടിലൻ ഫോൺ എന്ന് സൂചിപ്പിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയെയും വേഗതയേറിയ ആശയവിനിമയത്തെയുമാണ്. അല്ലേ, ലോകം നമ്മുടെ വിരൽ തുമ്പിലാണ്. അതേപോലെ ആശയവിനിമയത്തെയും ഡിജിറ്റൽ ലോകത്തെ ഇടപെടലുകളെയുമാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. പുതിയ ഫോൺ കിട്ടിയാൽ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ? ആദ്യം സെൽഫി എടുക്കും അല്ലേ? എത്ര ക്ലാരിറ്റി ഉണ്ട് നമ്മുടെ ഫോട്ടോയ്ക്ക്, എത്ര സുന്ദരിയൊക്കെ ആയിട്ടുണ്ടെന്നുള്ളൊരു നോട്ടായിരിക്കും. പക്ഷെ കവി ഇവിടെ എന്താണ് ചെയ്തത്? തൻ്റെ ചുറ്റുപാടിനെയാണ് ഫ്രെയിമിലാക്കിയത്. അതാണ് അപ്ലോഡ് ചെയ്തത്. സ്വന്തം മുഖമല്ല, ചുറ്റുപാടിനെയാണ്, ആ ശാലീനതയാണ്, ആ പ്രകൃതി ഭംഗിയെയാണ്, ഗ്രാമീണ സൗന്ദര്യത്തെയാണ് ക്യാമറയിലാക്കി അപ്ലോഡ് ചെയ്തത്. പടം അപ്ലോഡ് ചെയ്തു പ്രകൃതിയുടെ സൗന്ദര്യം ആഴത്തിൽ അനുഭവിക്കുന്നതിനോ അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാട്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനോ അല്ല, അതിനൊരു കാഴ്ചയായി കണ്ടിട്ട്, ഒരു ഇമേജ്, ഒരു ചിത്രമായി കണ്ടിട്ട്, വെറും കാഴ്ച, അത് മൊബൈലിൽ പകർത്തുക, അത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച്, നമ്മൾ അന്നത്തെ മോക്ഷം എന്ന പാഠഭാഗത്ത് പഠിച്ചതാണ് അല്ലേ? നവമാധ്യമങ്ങൾക്ക് നമ്മുടെ ഈ തലമുറയിൽ ഉള്ള സ്ഥാനം, അല്ലെങ്കിൽ നമ്മൾ അതിന് എത്രത്തോളം അടിമകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ പടം അപ്ലോഡ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ്? സാമൂഹിക മാധ്യമങ്ങളിൽ താനെടുത്ത ആ ഗ്രാമീണ ഭംഗിയുടെ ദൃശ്യം അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ലൈക്കുകളും കമൻറ്റുകളും നേടാനുള്ള വ്യഗ്രതയോടെ കാത്തിരിക്കുകയാണ്. തുടരെ ക്ലിക്ക്, ഞൊടിയിടയിൽ അപ്ലോഡ്, കമൻറ്റുകളുടെ ചാറ്റൽ, ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഈ പ്രയോഗങ്ങൾ എന്താണ്? വളരെ വേഗത്തിൽ, അതേസമയം അതിൻ്റെ എത്രത്തോളം അത് ആഴത്തിലുള്ള ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ എത്രത്തോളം അർത്ഥതലം ഉൾക്കൊള്ളുന്നതാണ്, അതിനെത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതൊന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല. അതായത് വെറുതെ അർത്ഥവത്തല്ലാത്തതായ കാര്യങ്ങളൊക്കെ, ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് അതെന്താ പബ്ലിഷ് ചെയ്യുക, എന്നിട്ടത് ലൈക്ക് കിട്ടുന്നുണ്ടോ, കമൻറ്റ് എന്താണെന്നൊക്കെ നോക്കിയുള്ള അതറിയാനുള്ളൊരു വ്യഗ്രതയല്ലേ. അപ്പോൾ ഇവിടെ ആ പ്രകൃതി ഭംഗിയെ ആസ്വദിക്കുക എന്നതിലപ്പുറം അതിനെ വെറുമൊരു ചിത്രമായിട്ട് നമ്മുടെ ദൃഷ്ടിയിൽ വന്ന് പതിയുകയാണ്. അതിൻ്റെ ആസ്വാദ്യത അല്ലെങ്കിൽ ആ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോ അതിനൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതിനോ ആരും തയ്യാറല്ല. അതാണ് ഇവിടെ പറയുന്നത്. പ്രകൃതി സ്നേഹം എന്താണ്? ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിത്രത്തിലൂടെയാണ് പ്രകൃതിയെ കാണുന്നത്. ചുറ്റുപാടിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ അടുത്താണ്, നമ്മുടെ കണ്ണെത്തുന്ന കയ്യെത്തുന്ന ദൂരത്താണ് നമ്മുടെ ചുറ്റുപാട്, മനോഹരമായ കാഴ്ചകൾ. പക്ഷെ നമ്മളത് കാണുന്നത് ഈ പറഞ്ഞ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ്. ക്യാമറ തുടരെ ക്ലിക്ക്, പൊൻ തൂലിക വിറ്റു കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ, ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ. ഇവിടെ ഇങ്ങനൊരു ചോദ്യം വരാം. സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹത്തിന്റെ മനോഭാവത്തെ പരിഹസിക്കുകയല്ലേ കവി ചെയ്യുന്നത്? വിമർശനാത്മകമായി വിലയിരുത്തുക എന്നൊരു ചോദ്യം ഈ ഭാഗത്തുനിന്ന് വരാവുന്നതാണ്. എന്താണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്? വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിച്ച്, അതായത് പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുന്നതിനെ നിയന്ത്രിച്ചുകൊണ്ട് പരിസ്ഥിതിയുടെ ആഘാതങ്ങൾ കുറച്ചുകൊണ്ട് കൈവരിക്കുന്ന ഒരു വികസനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതായത് പ്രകൃതി വിഭവങ്ങളെ സ്വാർത്ഥമതിയായ മനുഷ്യൻ അമിതമായി ചൂഷണം ചെയ്യുന്നത് നിർത്തലാക്കുകയല്ല, നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. അവ വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ അത് നിലനിർത്തുക. നമ്മുടെ പൂർവികർ ഇതൊക്കെ നിലനിർത്തി പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് മുൻപൊക്കെ പറഞ്ഞതുപോലെ ശുദ്ധവായു ശുദ്ധജലമൊക്കെ കിട്ടിയിട്ട് അല്പമൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ നമുക്ക് പറ്റുന്നത് അല്ലേ? നമുക്ക് നമ്മുടെ കാലാവസ്ഥയും അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ച് കുറച്ചൊക്കെ സുഖത്തോടെ സന്തോഷത്തോടെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ടതായ ഒരു സുസ്ഥിരമായ ഭാവി കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള മാതൃകയാണ് സുസ്ഥിര വികസന മാതൃക, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യവും അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം അതിനുവേണ്ടി? എന്താണ് നമ്മുടെ ഓരോ ഈ സമൂഹത്തിലുള്ള തിരിച്ചറിവുള്ള വ്യക്തി നമ്മൾ മനുഷ്യരാണ് അല്ലേ? അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ജീവിയായിട്ടുള്ള നമ്മൾ
എന്താണ് നമ്മുടെ പ്രവൃത്തിയും ചിന്തയൊക്കെ കുറേയൊക്കെ കാഴ്ചപ്പാടിലൊക്കെ കാര്യമായ മാറ്റം വരുത്തണം ആണ് ഉദ്ദേശിക്കുന്നത്. കവിക്ക് പോലും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നവസമൂഹ മാധ്യമങ്ങളുടെ പിടിയിൽ അമർന്നു പോയിരിക്കുകയാണ് മനുഷ്യരായ നമ്മൾ. നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഇങ്ങനെ നെഞ്ചിൽ കൈവച്ച് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ചുറ്റുപാടിനെ അറിയാതെ വെറുതെ അന്ധമായിട്ടുള്ള ഒരു മായാലോകത്ത് എന്നുകൊണ്ട് നമ്മളിങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൂലിക വിറ്റ് കിടിലൻ ഫോൺ വാങ്ങിയ കവി എന്ന് പറയുന്നത്. അതായത് എഴുത്തും വായനയൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്. കവി ഉപേക്ഷിച്ചിരിക്കുന്നു. കവിയുടെ മനസ്സിൽ നന്മയുണ്ട്, പരിസ്ഥിതി ബോധമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിന് കവി ഒരാൾക്ക് മാത്രമായിട്ട് മാറ്റിമറിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ തിരിച്ചറിവുള്ള നമ്മൾ ഓരോരുത്തരും ഈ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെ നിയന്ത്രിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് കൂടി അത് ഉപയോഗപ്പെടുന്ന രീതിയിൽ അതിനെ സുസ്ഥിരമായ ഒരു വികസന സാധ്യതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് മേൽപ്പറഞ്ഞ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഡിജിറ്റൽ പ്രകടനത്തിൽ നിന്ന് നമ്മൾ മാറി മുന്നോട്ട് പോകണം. ആത്മാർത്ഥമായ ഒരു പ്രകൃതി സ്നേഹം നമ്മൾ വളർത്തിയെടുക്കണം. പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ്? അങ്ങനെയുള്ള ഒരു പ്രകൃതിയുമായിട്ടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ അടുപ്പം അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുക, അതിൻ്റെ തനിമയെ നിലനിർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോണെന്ന് വാങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ ലോകത്തു നിന്ന് നമ്മളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. വയനാട് ഇല്ല പോയിട്ടില്ല പച്ചകൾ, തൂങ്ങിയിട്ടില്ല കർഷകർ, ഉണ്ട് ചിലതെങ്കിലും ബാക്കി ഈ ചിത്രം സാക്ഷി. അതായത് വയനാടിൻ്റെ പച്ചപ്പും സൗന്ദര്യവും പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ചിലതെങ്കിലും ഇന്നും ബാക്കിയുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ തെളിവായിട്ടാണ് ഇവിടെ കവി ഈ വരി പ്രയോഗിച്ചിരിക്കുന്നത്. പച്ചപ്പ് പോയിട്ടില്ല, തൂങ്ങിയിട്ടില്ല കർഷകർ. കർഷക ആത്മഹത്യയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെയധികം കർഷകർ അവരുടെ സാമ്പത്തികമായിട്ടുള്ള, അതായത് കൃഷി ചെയ്ത് അവർക്ക് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്, ലാഭമൊന്നുമില്ല. അവരുടെ ജീവിതം നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിന് ലോൺ എടുത്തൊക്കെ അവർ കൃഷി ആരംഭിക്കും. പ്രതികൂലമായ കാലാവസ്ഥയോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളെ കൊണ്ടൊക്കെ അവർക്ക് അവരുടെ കൃഷിയിൽ നിന്ന് വലിയൊരു വരുമാനമോ സാമ്പത്തികമായ നേട്ടമൊന്നും നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക? തിരിച്ചടയ്ക്കാൻ അവരുടെ കയ്യിൽ പൈസയില്ല. അവരുടെ ജീവൻ തന്നെ അവർ അവസാനിപ്പിക്കാനുള്ള ഒരു ഗതികേടിലേക്ക് നീങ്ങി പോവുകയാണ്. പച്ചപ്പുകളുണ്ട്, പക്ഷേ ഈ ചിലതെങ്കിലും ബാക്കിയുണ്ട് എന്നാണ് ഈ ചിത്രത്തിലൂടെ സാക്ഷ്യപത്രമായിട്ട് പറയുന്നത്. വയനാട് മറ്റു പല അർത്ഥതലങ്ങളും ഇവിടെ കവി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചകളെ അത് വളരെ ഉൾക്കണ്ടുകൊണ്ട് കാണാതെ വെറും ഒരു കാഴ്ചയായിട്ട് അതിനെപ്പറ്റി ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കാതെ കടന്നു പോകുന്ന കാഴ്ചകളാണ്. അതേസമയം മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന, പ്രത്യേകിച്ച് ആധുനിക നവ മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന ഓരോ ചിത്രത്തിനും വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം ആളുകൾ കൊടുക്കാറുണ്ട്. ചുറ്റുപാടിനെ അറിയുന്നില്ല, അതേസമയം ഇതുപോലുള്ള സാങ്കേതിക വിദ്യയുമായിട്ട് അഭിരമിക്കുന്നതിൽ യാതൊരു കുറവും അവർ വരുത്തുന്നില്ല. പ്രകൃതിയുടെ പച്ചപ്പ് നഷ്ടപ്പെട്ടു പോയി. ഇവിടെ ഒരു തുണ്ട് ഫോട്ടോയിൽ ഒപ്പിയെടുക്കാൻ പാകത്തിന് ഇവിടെ ഉണ്ട്, അവശേഷിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത്. പൂർണ്ണമായി നശിച്ചിട്ടില്ല. ചില പ്രകൃതി ഭംഗിയുടെ ചില തുണ്ടുകളെങ്കിലും ഇവിടെ ഒരു അവശേഷിപ്പുകളായിട്ട് ഇവിടെ ഉണ്ട് എന്നതിൻ്റെ ഒരു ദയനീയതയാണ് കവിയുടെ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രകൃതിയുടെ അതിജീവന ശേഷിയാണ് ഇത്രയൊക്കെ മനുഷ്യൻ ചെയ്തിട്ടും വീണ്ടും നമ്മളെ ഇവിടെ നിലനിർത്താൻ വേണ്ടി ആ മനുഷ്യൻ്റെ കാട്ടിക്കൂട്ടലുകൾക്കും സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകൾക്കും പ്രവൃത്തികൾക്കൊക്കെ അല്പമെങ്കിലും കടിഞ്ഞാണിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രകൃതി ഒരു പച്ചപ്പിൻ്റെ ഒരു അവശേഷിപ്പ് ഇവിടെ ബാക്കി ചിത്രമായിട്ട് വച്ചിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. മാഷേ നമുക്കെന്തെങ്കിലും ചെയ്യണം, നാളേക്ക് ഒരു തുണ്ട് പച്ചയെങ്കിലും നിർത്തണം, ഈ പടം എടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ്റ് വരും എന്നാണ് അടുത്ത ചോദ്യം. ഈ ചിത്രം അപ്ലോഡ് ചെയ്തപ്പോൾ മാഷിന് കിട്ടിയ മറുപടികളാണ്. ഒരു തുണ്ട് ഭൂമിയെങ്കിലും പച്ചപ്പെങ്കിലും നിലനിർത്തണമെന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ അവർ ചോദിക്കുന്നത് ആ പ്രകൃതി ഭംഗിയല്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഗ്രാമീണ സൗന്ദര്യമല്ല, ഇതെല്ലാം കൂടി എത്ര സെൻറ്റ് വരും? അവിടെയും
ഒരു കച്ചവട കണ്ണോടുകൂടിയാണ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഇങ്ങനെ വരാം, മാഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, നാളേക്കൊരു തുണ്ട് പച്ചയെങ്കിലും നിർത്തണം, ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര കൊടുക്കണം, ഈ കമൻറ്റിൽ തെളിയുന്ന വൈരുദ്ധ്യം എങ്ങനെയാണെന്നുള്ളത് വിശകലനം ചെയ്യുക എന്നൊരു ചോദ്യം വരാം. ഈ കമൻറ്റിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, അതേസമയം പ്രകൃതി ഒരു കച്ചവടച്ചരക്കായിട്ട് കാണുന്ന മനോഭാവമുണ്ട്. അത് തന്നെയാണ് ഇവിടെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഒന്നിനെ ഒരു വശത്ത് സംരക്ഷിക്കാനുള്ള വ്യഗ്രതയാണെങ്കിൽ മറുവശത്ത് അതിനെ വിൽപ്പന ചരക്കാക്കി മാറ്റാനുള്ള വ്യഗ്രതയും കൂടിയാണ്. അവിടെയാണ് വൈരുദ്ധ്യാത്മകത വ്യക്തമാകുന്നത്. നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം എന്ന ഭാഗം പരിസ്ഥിതിയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ആശങ്കയും അതിനെ സംരക്ഷിക്കാനുള്ള താല്പര്യമൊക്കെ തന്നെയാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ക്രിയാത്മകമായൊരു ചിന്തയാണെന്ന് നമുക്ക് പറയാം. എന്നാൽ തൊട്ടു പിന്നാലെ ഈ പടം എടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരു വിലയിടുകയാണ്. ആ ഭൂമിക്ക് ഒരു കച്ചവട കണ്ണോടുകൂടി അതിനെ സമീപിക്കുന്നതാണ് നാം കാണുന്നത്. അതായത് ആ ഭൂമി, ആ പച്ചപ്പ് സ്വന്തമാക്കാൻ എത്ര കൊടുക്കണം, എന്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രകൃതിയുടെ സംരക്ഷണവും സൗന്ദര്യമൊന്നുമല്ല, അതിൻ്റെ സാമ്പത്തിക മൂല്യമാണ്. അതിന് എത്ര വില കൊടുത്താൽ കിട്ടും. അപ്പോൾ സംരക്ഷിക്കാനുള്ള ആഗ്രഹമുണ്ട്, അതേസമയം അവിടെ വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടത്തിലേക്ക്, ഒരു ലാഭേച്ഛയിലേക്കാണ് മനുഷ്യൻ്റെ കച്ചവട കണ്ണു പോകുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു പരിസ്ഥിതി ബോധത്തിനപ്പുറം ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഈ പ്രകൃതിയെ തന്നെ വിൽപ്പന ചരക്കാക്കുന്ന ഒരു കച്ചവടവൽക്കരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ആ മനോഭാവമാണ്. ഇത് തന്നെയാണ് ഈ ആധുനിക സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. പ്രകൃതിയോടുള്ള സമീപനത്തിലുള്ള ആ വൈരുദ്ധ്യാത്മകമായ കാഴ്ചപ്പാടിനെയാണ് നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് വേണം? പ്രകൃതിയെ, നമ്മുടെ ഭംഗിയെ, ചുറ്റുപാടിനെ ഒരു കച്ചവടച്ചരക്കാക്കി മാറ്റുക, വിൽപ്പന ചരക്കാക്കുക എന്നതിലപ്പുറം നമ്മൾ ശ്രമിക്കേണ്ടത് ആത്മാർത്ഥമായിട്ടുള്ള പരിസ്ഥിതി ബോധമാണ്. അതുതന്നെയാണ് നമ്മൾ നിരന്തരം ചെയ്യേണ്ടത്. പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന വരാന്തയിൽ ചാരിയിരിക്കണം. മാഷ് ചോദിക്കൂ, എത്ര കൊടുക്കണം? കവി വയനാട്ടിലെ ബത്തേരിക്കടുത്തുള്ള മലങ്കരയിൽ സുഹൃത്തിൻ്റെ വാടക വീടിൻ വരാന്തയിൽ ഇരുന്നു കൊണ്ട് അവിടെ കാണാനിടയായ ഒരു പച്ചപ്പിൻ്റെ ഫോട്ടോ എടുത്താണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ലഭിച്ച കമൻറ്റുകളിൽ ഒന്നാണ് മേൽ കൊടുത്തിരിക്കുന്ന വരികൾ. ഈ വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഒരു കപടമായ പരിസ്ഥിതി സംരക്ഷകൻ്റെ വാക്കുകളായിട്ട് നമുക്ക് തോന്നും. അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നു, അതേസമയം അയാൾക്ക് ആ ഭൂമിക്ക് എന്ത് വില വരും? നേരത്തെ പറഞ്ഞ കച്ചവടക്കണ്ണാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്, ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. വരികളുടെ അർത്ഥതലങ്ങൾ വിവരിക്കുക എന്നൊരു ചോദ്യം ഇതിനെ റിലേറ്റ് ചെയ്ത് വരാവുന്നതാണ്. കവി വയനാട്ടിലുള്ള സുഹൃത്തിൻ്റെ വാടക വീട്ടിലിരുന്ന് എന്ത് ചെയ്യുന്നു? ദൂരേക്ക് നോക്കിയപ്പോൾ കണ്ട വയലുകളും നാറ്റടിയും കുറുമ നില ഉഴുതുമറിക്കുന്നതും കാക്കകളും കൊക്കുകളും ഒക്കെ കണ്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിലെ കവി ഉണർന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾക്ക് ആശയം നന്നായി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ഫോൺ എടുത്ത് അത് അവിടെയുള്ള കണ്ട ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്തു. മാഷ് ചോദിക്കൂ, എന്ത് കൊടുക്കണം എന്നുള്ള ചോദ്യം. അത് 7 വൻകരകളിലൂടെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ കവി വിശ്രമിക്കുന്ന ആ വീട്ടുവരാന്തയിൽ നിന്ന് ലോകത്തിൻ്റെ വൻകരകളിലേക്ക് 7 വൻകരകളിലുള്ളവരുടെ ശ്രദ്ധയും പരിഗണനയും നേടിയിരിക്കുന്ന രീതിയിൽ അത് പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു, പറയൂ മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്ചരെ, നിങ്ങളാകെ എത്ര GB? എന്താണ് അവതാരമൂർത്തി ചോദിക്കുന്നത്? പറയൂ മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്ചരെ, നിങ്ങളാകെ എത്ര GB ഉണ്ട് എന്നുള്ളതാണ്. അതായത് പ്രകൃതിയുടെ ചോദ്യം ഇതാണ്. അതാണ് അവതാരമൂർത്തി ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന അവതാരമൂർത്തി ചോദിക്കുന്ന ചോദ്യം ഇതാണ്. പ്രകൃതിയുടെയും സംസ്കാരത്തിൻ്റെയും മനുഷ്യരുടെയും യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാതെ എല്ലാറ്റിനെയും ഡാറ്റ കൊണ്ട് അല്ലെങ്കിൽ വിവരസാങ്കേതിക വിദ്യയുടെ അളവുകോലുകൊണ്ട് മാത്രം അളക്കുന്ന ആധുനിക ലോകത്തിൻ്റെ ഉപരിപ്ലവമായിട്ടുള്ള, അതായത് ആഴത്തിലിറങ്ങി ചെല്ലാതെ പുറമേക്കുള്ള കാഴ്ചകളെ മാത്രം
കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്ന ആ സമീപനത്തെയാണ് ഈ ചോദ്യത്തിലൂടെ കവി വിമർശിക്കുന്നത്. അതുതന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. ഏതൊക്കെയാണ് ഈ കവിതയിൽ പരാമർശിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? അവരുടെ പ്രാധാന്യം എന്താണ് ഈ കവിതയിൽ? ഈ കുറുമർ, കുറിച്ചർ എന്നിവരൊക്കെ ആദിവാസി വിഭാഗങ്ങളാണ് അല്ലേ? കവിതയിൽ പരാമർശിക്കുന്നത് അവരെ പറ്റി തന്നെയാണ്. പോത്ത്, പൂട്ടും, കുറുമർ എന്ന് പറയുമ്പോൾ വയനാടൻ കാർഷിക സംസ്കാരത്തിൽ അവർക്കുള്ളൊരു പങ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. കുറുമരെ, കുറിച്ചരെ നിങ്ങൾ ആകെ എത്ര ജീവി എന്ന് ചോദിക്കുമ്പോൾ ഈ ആദിമ ജനവിഭാഗങ്ങളുടെയും അവരുടെ സംസ്കാരത്തെയും കേവലം ഡാറ്റയായി മാത്രം കാണുന്ന ആധുനിക സമൂഹത്തിൻ്റെ മനോഭാവത്തെയാണ് കവി ചോദ്യം. പി രാമചന്ദ്രൻ്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിലെ അവസാനത്തെ വരികളാണിത്. നവസമൂഹ മാധ്യമങ്ങളായിട്ടുള്ള ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ തുടങ്ങിയ ഇവയുടെയൊക്കെ നിയന്ത്രണത്തിലാണ് നമ്മൾ. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ അവരുടെ നിയന്ത്രണത്തിലൂടെ ചലിക്കുന്ന വെറും പാവകളായി മാറിയിരിക്കുകയാണ് അല്ലേ? അധപ്പതിച്ചിരിക്കുകയാണ്. ഈ ജീവിതത്തിൽ ഈ ലോകത്ത് ചുറ്റുപാട് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം പോലും നമുക്കറിയുന്നില്ല. അവിടെ എന്ത് നടന്നാലും നമ്മളെ ബാധിക്കുന്നില്ല. നമുക്ക് എന്തായാലും ശ്രദ്ധ മുഴുവൻ നമ്മുടെ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ സമഗ്രഭാവങ്ങളെയും മൊബൈൽ ഫോണിൽ കണ്ടെത്തുക, അതിലൂടെ ശ്വസിക്കുക, ഭക്ഷിക്കുക, ഉറങ്ങുക, എല്ലാം അതിലൂടെയാണ്. ഇത് മാറ്റിവെച്ചുകൊണ്ടുള്ള ജീവിതം നമുക്ക് ചിന്തിക്കാനേ വയ്യ. തികച്ചും യാന്ത്രികമായി ജീവിക്കുന്ന മനുഷ്യർ അല്ലേ? അങ്ങനെ യാന്ത്രികമായി ജീവിച്ച് ഇതിനൊക്കെ അടിമപ്പെട്ട് മേൽപ്പറഞ്ഞ ഈ മാധ്യമങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ. അപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ ചലിക്കുന്ന ഈ ലോകം ചുറ്റുന്ന മൊബൈൽ ഫോണാണ് അല്ലേ? അപ്പോൾ എന്തിനേയും നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? GB, MB മുതലായിട്ടുള്ള സൈബർ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ അളക്കുന്നത്. എൻ്റെ ഡാറ്റ തീരാറായോ, എത്ര GB ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കേൾക്കുന്നതും കാര്യങ്ങളൊക്കെ എത്രയും ക്ലാരിറ്റിയോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ ഇതൊക്കെ നമുക്ക് ലഭ്യമാകുന്നതിനൊക്കെ നമ്മൾ അളക്കുന്ന മാനദണ്ഡങ്ങളാണ്. അതുകൊണ്ട് ഈ വയനാട്ടിലുള്ള ഈ മലകളും മരങ്ങളും, മരങ്ങളെ കുറുമരെ, കുറിച്ചരെ എന്ന് പറയുന്നുണ്ടല്ലോ. മലകളും മരങ്ങളും ആദിവാസികളൊക്കെ ചേരുമ്പോൾ ആകെ എത്ര GB വരും എന്നതാണ് പുതിയ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള അടിമത്തം ആർക്കാണ് അടിമയായിട്ടുള്ളത്? ഈ നവസാമൂഹിക മാധ്യമങ്ങൾക്ക് അല്ലേ? അതുപോലെ തന്നെ നമ്മളിന്ന് നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇന്ന് പെട്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? സൈബർ ലോകത്തിൻ്റെ ചതിക്കുഴികളും അക്രമങ്ങളിലും പെട്ട് തകരുന്ന മനുഷ്യ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. ഭയാനകമായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നതാണ് എന്ന് ഈ തലമുറയിലെ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്. പാഠഭാഗം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇനിയും വീഡിയോകളൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അത് അവതരിപ്പിക്കാനൊക്കെ എനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.